കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഈ 1 മണിക്കൂർ സമയം ലഭിച്ചിരിക്കുന്ന വിഷയം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാമത്തെ വാക്യമാണ്. ഞാനിങ്ങനെ വായിക്കാം. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടി 1 നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞ ഒരു വാക്കാണിന്ന് നമുക്ക് ചിന്തയ്ക്കായിട്ട് ദൈവം നൽകിയിരിക്കുന്നത്. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ബലഹീനത എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ തളർച്ച അല്ലെങ്കിൽ തളർന്നു പോകുന്ന അവസ്ഥയിലൂടെയൊക്കെ നമ്മളും കടന്നു പോയിട്ടുണ്ട്. നമുക്കറിയാം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് സാധിക്കുന്നില്ല. പല കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ എന്താണ്, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പോഴൊക്കെ ഒന്നും ചെയ്യാൻ തോന്നാതെ അങ്ങനെ മാനസികമായിട്ട് തളർന്നു പോകുന്ന സ്ഥിതിയിൽ നമ്മളൊക്കെ ആയിപ്പോകാറുണ്ട്. നാം വായിച്ച ഈ വേദഭാഗത്ത് ഇവിടെ പരാമർശിക്കുന്നത് കർത്താവിൻ്റെയും തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരുടെയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശിഷ്യന്മാർ വളരെ ശാരീരികമായിട്ട് ക്ഷീണിച്ച് അവർ തളർന്നുറങ്ങുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ കർത്താവിനെക്കുറിച്ചും പറയുന്നത്, കർത്താവും ഇതുപോലെ ശിഷ്യന്മാരെക്കാൾ അല്പം കൂടെ കൂടുതലായിട്ട് വളരെ ശാരീരികമായിട്ട് ക്ഷീണിച്ചും മാനസികമായിട്ട് തളർന്നു ഇരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ വായിച്ച വേദഭാഗത്തുള്ളത്. ഈ ശിഷ്യന്മാരും തളർന്നിരുന്നു. അതുപോലെ തന്നെ കർത്താവ് അവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടിലൂടെ ആയിരുന്നു. എങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, കർത്താവ് പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും വീണ്ടും താൻ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തു. തൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ മാനസികമായ തളർച്ചയോ ഒന്നും അതിനെ ബാധിച്ചില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് താൻ മുന്നോട്ട് പോയി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. നമ്മൾ പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വളരെ ആഗ്രഹമുണ്ട്, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, പല കാര്യങ്ങളും പ്രവർത്തിക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് പലപ്പോഴും സാധിക്കുന്നില്ല. ഈ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് അല്പസമയം ചിന്തിക്കാം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ മാതൃക തന്നെ ഒന്നാമതായിട്ട് കാണാൻ സാധിക്കുന്നത് ലൂക്കോസ് 22:41 തൊട്ട് 44 വരെയുള്ള വേദഭാഗങ്ങൾ പരിശോധിച്ചാൽ ഇങ്ങനെ വായിക്കുന്നു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും, കർത്താവ് യഥാർത്ഥത്തിൽ ശിഷ്യന്മാരെക്കാൾ വളരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നിരുന്ന ഒരവസ്ഥയാണ്. കർത്താവ് പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. മാനസികമായിട്ട് താൻ വളരെ സ്ട്രഗിള് അനുഭവിക്കുന്ന ഒരു സമയമാണത്. ശാരീരികമായിട്ടും താൻ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി എന്ന് പറയുന്നു. ശാരീരികമായിട്ട് താൻ വളരെ വേദനയിലൂടെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ്. എന്നാൽ തൻ്റെ ശരീരത്തിലും താൻ മാനസികമായിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ കർത്താവ് തന്നെത്താൻ പ്രാർത്ഥിച്ച് ബലപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് അവരുടെ അടുക്കൽ വന്ന് പറയുന്നത്, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ എന്ന് പറയുന്നതായിട്ട്. താൻ എങ്ങനെയാണ് കർത്താവ് ഈ സാഹചര്യത്തെ അതിജീവിച്ചത് എന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ ഹൃദയത്തിൽ താൻ പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ടതായിട്ട് നമുക്ക് കാണാം. കർത്താവ് തൻ്റെ മുമ്പാകെ ഒരു വലിയ ശുശ്രൂഷയുണ്ട് എന്നുള്ള ബോധ്യം തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു.
എൻ്റെ മുമ്പാകെ ഒരു വലിയ ശുശ്രൂഷ എനിക്ക് നിവർത്തിക്കാനായിട്ടുണ്ട്, അത് ഞാൻ തന്നെ നിവർത്തിച്ചെടുക്കേണ്ടതാണ് എന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞാൻ ക്രൂശെടുക്കേണ്ട സമയമായി, കാൽവരിയിൽ ഞാൻ കൊല്ലപ്പെടുവാൻ പോകുകയാണ് എന്ന ബോധ്യം തന്നെ പ്രാർത്ഥിക്കാൻ ബലപ്പെടുത്തി. അതായത് നമ്മുടെ മുമ്പാകെ, കർത്താവിൻ്റെ മുമ്പാകെ ഒരു വലിയ ലക്ഷ്യം തനിക്കുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യമാണ് കർത്താവിന് ആ സാഹചര്യത്തിൽ. താൻ വളരെ തളർന്നിരുന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ താൻ തളർന്നിരുന്നെങ്കിലും തനിക്ക് ശക്തി പ്രാപിക്കാനായിട്ട് ഇടവന്നത്, തന്നെ ബലപ്പെടുത്തിയത് തൻ്റെ മുമ്പാകെയുള്ള തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച്, ദൈവം തനിക്ക് തന്ന നിയോഗത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്ന ആ ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് താനെ കർത്താവ് ശക്തിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവ് പ്രാർത്ഥിച്ചു, താൻ ശക്തി പ്രാപിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേ സാധ്യത തന്നെയാണ് നമുക്കുമുള്ളത്. നമുക്കും ശക്തിപ്പെടുവാൻ ഒത്തിരി വചനം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്, ഒത്തിരി സാധ്യതകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ സാധ്യതകളെയൊക്കെ നമുക്ക് മനസ്സിലാക്കി നമ്മൾ കർത്താവ് ബലപ്പെട്ടതുപോലെ നമുക്ക് മുമ്പാകെ വെച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ, അതുപോലെ ശുശ്രൂഷകളെക്കുറിച്ചുള്ള നല്ല ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ച് നമ്മളതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ശക്തി പ്രാപിക്കാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിനെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് മുമ്പാകെ ഒരു നല്ല മാതൃക കാണിച്ചു തന്നൊരു കർത്താവാണ്. നമ്മൾ ക്ഷീണിതരൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കർത്താവ് കാണിച്ചു തന്ന മാതൃക എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അതാണ് താൻ പ്രാർത്ഥിച്ചു, പിന്നെയും പോയി താൻ പ്രാർത്ഥിച്ചു, താൻ ബലപ്പെടുന്നു. തനിക്ക് ആ കൃപ കിട്ടുവോളം, ശക്തി കിട്ടുവോളം താൻ പ്രാർത്ഥിച്ച് ബലപ്പെടുന്നതായിട്ട് കാണും. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ തളർന്നു പോകുന്ന സമയങ്ങളിൽ നമ്മൾ ഈ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. അതാ പറയുന്നത്, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവെന്നു. അതുപോലെ 2 തിമോത്തിയോസ് 2:1 ഇങ്ങനെ പറയുന്നു, എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയിൽ ശക്തിപ്പെടുക. അപ്പോൾ ശക്തിപ്പെടുക എന്ന് തിമോത്തിയോസിനോട് പറഞ്ഞ ഒരു സാഹചര്യം ഒരുപക്ഷെ താൻ തളർന്നിരുന്ന ഒരവസ്ഥയിലായിരിക്കാം തന്നോട് അങ്ങനെ പറയാനായിട്ട് പൗലോസ് ശ്രമിച്ചത്. അതുകൊണ്ട് ഏത് മനുഷ്യരുടെയും ജീവിതത്തിൽ തളർന്നു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. എന്നാൽ നമ്മൾ കർത്താവ് ശക്തിപ്പെട്ട പോലെ നാം ശക്തിപ്പെടുന്നു എങ്കിൽ, ഇവിടെയും പറയുന്നതിന് വേറെ ആരെങ്കിലും വന്ന് നിന്നെ ശക്തിപ്പെടുത്തൂ എന്നല്ല പറയുന്നത്, എൻ്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക എന്ന് പറഞ്ഞു. തിമോത്തിയോസിനോട് തന്നെ പറയുക, നീ ബലം പ്രാപിക്കുക, നീ ദൈവത്തിൽ ആശ്രയം വെക്ക്, ദൈവത്തിൽ ശക്തി പ്രാപിക്കുക എന്ന് തന്നോട് പറയുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അപ്പം നമുക്കൊരു ആശ്രയമുണ്ട്, നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന ഒരു സങ്കേതമുണ്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നതാണ്. നമ്മുടെ ദൈവം നമ്മൾ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കി നമുക്ക് ബലം തരാൻ തക്കവണ്ണം അവൻ മതിയായവനാണ്. നമ്മൾ ബലമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ബലം വർദ്ധിപ്പിച്ചു തരാനായിട്ട് മതിയായവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ കർത്താവ് നമുക്കറിയാം എത്ര മാനസികമായിട്ട് താൻ എത്ര ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടാണ് തൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ വന്നത് എന്ന് നമുക്ക് കാണാനായിട്ട്. അത്രത്തോളം ഒന്നും മനുഷ്യരായ നമ്മളാരും ആയിപ്പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഒരു നല്ല മാതൃക നമുക്ക് മുമ്പാകെ ഉണ്ട്. നമുക്ക് ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന, ബലമില്ലാത്തവന് ബലം പകർന്നു തരുന്ന നമ്മുടെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാനായിട്ട് സാധിക്കും. നമുക്ക് കാണാനായിട്ട് സാധിക്കുക യേശു ശക്തി പ്രാപിച്ചു എന്ന് നമുക്ക്. അതിന് നമ്മൾ ഈ വേദഭാഗങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷമാണെങ്കിലും അതുപോലെ മത്തായിയുടെ സുവിശേഷത്തിലാണെങ്കിലും ഒക്കെ പറയുന്നുണ്ട്, താനിങ്ങനെയുള്ള വേദനയിലൂടെയും ബുദ്ധിമുട്ടിലൂടെ പോയ സമയത്ത് താൻ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ തന്നെ പല നിലകളിൽ ദൂതനെ അയച്ച് ശക്തിപ്പെടുത്തുന്നതായിട്ട് കാണും. നമുക്കും ആ സാധ്യതകളൊക്കെ നമുക്കും ദൈവം അനുവദിച്ചു തന്നിട്ടുണ്ട്. നാം ഒന്ന് ചെയ്യണം, നമ്മൾ ദൈവത്തിൽ ബലപ്പെടണം. സാധാരണഗതിയിൽ നമ്മൾ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് പ്രാർത്ഥിക്കാനായിരിക്കും. എന്നാൽ അത് നമുക്കറിയാം, നമ്മുടെ ജഡം ബലഹീനമാണ്. അത് അല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടതെന്ന് നമുക്ക് നാം തന്നെ സ്വയം മനസ്സിലാക്കി നമ്മളെ സ്വയം ശക്തി എന്നെ എല്ലായ്പ്പോഴും സഹായിക്കാൻ. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, തന്നോട് കൂടെ
ശിഷ്യന്മാരിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതായ കുറച്ച് പേരെ വിളിച്ചുകൊണ്ടാണ് കർത്താവ് പോയത്. പക്ഷെ അവരും തനിക്ക് തുണയായിട്ട് വന്നില്ല. അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവരെ ക്ഷീണം കൊണ്ട് വളരെ ബലഹീനരായി പോയിരുന്നു. ഒരുപക്ഷെ നമുക്ക് ചുറ്റുമുള്ളവർ നാം വിചാരിക്കും എന്നെ സഹായിക്കും, എൻ്റെ ബുദ്ധിമുട്ടിൽ എന്നെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നവർ ഒരുപക്ഷെ അവരെ മനഃപൂർവ്വമായിട്ടായിരിക്കില്ല, പക്ഷെ അവർ ബലഹീനരായി പോകുന്ന സമയങ്ങൾ വരും. അതൊരുപക്ഷെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമുക്ക് ദൈവം കർത്താവ് ശക്തി പ്രാപിച്ച പോലെ നമുക്കും സ്വയം ശക്തിപ്പെടുവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. അതാണ് അവൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ എന്ന് പറഞ്ഞു. നാമും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഉറച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ നിലയിൽ ശക്തിപ്പെടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജഡം ബലഹീനമാണ്, ശരിയാണ്, അത് കർത്താവ് തന്നെ പറഞ്ഞ വാക്കാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവം തരുന്ന ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിനായിട്ട് ദൈവമേ നീ എന്നെ ബലപ്പെടുത്തണം, കർത്താവ് ശക്തിപ്പെട്ടതുപോലെ എൻ്റെയും ജീവിതത്തെ അവിടുന്ന് ബലപ്പെടുത്തണം, നിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് എന്നെ സഹായിക്കും. കർത്താവ് പറഞ്ഞു നിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്നാണ് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെയും ജീവിതത്തിൽ നിറവേറാൻ ദൈവമേ നീ എന്നെ സഹായിക്കണം എന്ന് കർത്താവിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ നമുക്ക് ചാരുവാനായിട്ട് വേറെ ആരും ഇല്ല. നമ്മുടെ കൂടെ നമ്മൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നവരൊന്നും തക്ക സമയത്ത് ഒരുപക്ഷെ ദൈവം അവരെ ഒന്നും നമുക്ക് സഹായത്തിനായി നിർത്തിയെന്ന് വരികയില്ല. എന്നാൽ കർത്താവ് നമ്മളെ സഹായിക്കും. നാം ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ശക്തി പ്രാപിച്ച പോലെ നമുക്ക് ശക്തി പ്രാപിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജഡം ബലഹീനമാണ് എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ നമുക്കറിയാം നമുക്കും പല ബലഹീനതകളൊക്കെ ഉണ്ട്. നമ്മുടെ വ്യക്തിത്വത്തിലെ കുറവുവശങ്ങളെക്കുറിച്ച് ഒക്കെ നമുക്കറിയാം. ജഡത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും മേലെ നമുക്ക് നമ്മുടെ ഈ ബലഹീനതകളെ അതിജീവിക്കണമെങ്കിൽ നല്ല അച്ചടക്കം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നല്ല അച്ചടക്കം ഉണ്ടെങ്കിൽ ജഡത്തിൻ്റെ ബലഹീനതയെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട സഹോദരിമാരാണ്. കർത്താവിൻ്റെ ഏറിയ നന്മകൾ നമ്മൾ അനുഭവിച്ച ആളുകളാണ്. നമ്മൾ ഇന്നിപ്പോൾ സഹോദരി സാക്ഷ്യം പറഞ്ഞ പോലെ സാക്ഷ്യം പറയാനായിട്ട് അവസരം കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതായ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, ചെറുതും വലുതുമായിട്ട്. നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നമ്മളെ എത്ര അതിശയകരമായി എത്ര കരുതലോടെ കർത്താവ് നമ്മളെ നടത്തിയെന്ന് നമുക്ക് തിരിഞ്ഞു നോക്കി സാക്ഷ്യം പറയാനായിട്ട് സാധിക്കും. എന്നാൽ നമുക്ക് മനസ്സ് മടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മാറ്റിവെക്കുന്നത് ഈ നമുക്ക് വേണ്ടി ഉപകാരം ചെയ്ത ഈ കർത്താവിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ മാറ്റിവെക്കുന്നതെന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം. എന്നാൽ ഒന്നാമത് നാം ആരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ കർത്താവിനോട് തന്നെയാണ് കടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജഡത്തിൻ്റെയും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെയും ഒക്കെ ബലഹീന വശങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് നല്ല അച്ചടക്കം ആവശ്യമാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഉത്സാഹം തോന്നാത്തതിൻ്റെ കാരണമായിട്ടുള്ള എൻ്റെ ഈ ക്ഷീണത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ചിലപ്പോൾ നിരാശയിലേക്കൊക്കെ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കാനായിട്ടൊന്നും ഒരു മൂഡ് കിട്ടില്ല, പ്രാർത്ഥിച്ചിട്ട് ഉത്തരവില്ല, പ്രാർത്ഥിച്ചിട്ട് എന്ന കാര്യം, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണ്. നിരാശയിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ചിന്തകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വരാം. അതുപോലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അതുപോലെ നമുക്ക് ക്ഷീണം, ബുദ്ധിമുട്ടുകൾ, നമുക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാനൊന്നും നമുക്ക് സാധിക്കാതെ വരുന്ന സമയങ്ങൾ. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എല്ലാ ക്ഷീണത്തിനും എല്ലാ നിരാശയ്ക്കും ഒന്നും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് പാടില്ല. ഞാൻ ദൈവേഷ്ടം ചെയ്യേണ്ട ആളുകളാണ്. ദൈവത്തിൽ നിന്ന് ഞാൻ ഒത്തിരി നന്മ പ്രാപിച്ച ആളാണ്. ആ ദൈവത്തോട് ഞാൻ കടപ്പെട്ട ആളാണ്. അവനോട് ഒത്തിരി ഞാൻ തിരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് കടപ്പെട്ട ആളാണ്. കർത്താവിനോട് എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു ചിന്ത നമ്മളെ ഭരിക്കുകയും അതുപോലെ എൻ്റെ ഈ നിരാശയ്ക്കും എൻ്റെ ക്ഷീണത്തിനൊന്നും ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കില്ല. എൻ്റെ ഉത്തരവാദിത്വം ഒന്നാമത് എൻ്റെ ദൈവത്തോടാണ്. അത് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ വരുന്ന കാര്യങ്ങൾക്കൊന്നും ഞാൻ എൻ്റെ ക്ഷീണത്തിനും എൻ്റെ നിരാശയ്ക്കൊന്നും ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ദൈവേഷ്ടം ചെയ്യാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവളാണ് ഞാൻ എന്നുള്ള ഉറച്ച തീരുമാനം എടുക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ചിലപ്പോൾ ക്ഷീണമൊക്കെ ആണെങ്കിലും നമ്മൾ അടുക്കളയിൽ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ട് പോകാൻ, ഇച്ചിരിയും കൂടെ ഈ പാത്രം കൂടി അങ്ങ് കഴുകി വെച്ചിട്ട് ഇനി പോയി കിടക്കാം, എന്നാൽ പിന്നെ ക്ഷീണം മാറിക്കും.
അപ്പോൾ നമ്മളെ എന്ത് ചെയ്യുന്ന അത് വൃത്തികേടായിട്ട് കിടക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നു. അപ്പോൾ നമ്മളത് സാരമില്ല, ഇതും കൂടെ അങ്ങ് ചെയ്തിട്ട് നമ്മൾ പോകും. പക്ഷെ നമ്മൾ ആ ഒരു തീരുമാനം നമ്മുടെ ആത്മീയ കാര്യങ്ങളെ എടുക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരോട് ക്രോസ് ചെയ്യുന്ന പോലെ, ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ നമ്മളോട് തന്നെ ചില സമയങ്ങളിൽ വാദിക്കണം എന്നെനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മുടെ സ്വഭാവങ്ങൾ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന താല്പര്യത്തെ വളരെ ശക്തമായിട്ട് പുറകോട്ട് വിളിച്ച് നമ്മളെ പിശാചിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന നമ്മുടെ തന്നെ ജഡത്തിൻ്റെ ചില ബലഹീനതകൾ നമുക്കുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഹൃദയത്തിലെ ആ ചിന്തയ്ക്ക് നമ്മൾ വശംവദരായിട്ട് പോയുന്നുവെങ്കിൽ നമ്മളെ എളുപ്പത്തിൽ പിശാചിനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കും. എന്നാലും നമ്മളോട് തന്നെ പറയുകയാണ്, ഇപ്പം ഞാൻ അങ്ങനെ പോകേണ്ട കാര്യമില്ല, ഇപ്പം ഞാൻ ഈ കാര്യം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ബൈബിള് വായിക്കണം, അല്ലെങ്കിൽ ഇപ്പം പ്രാർത്ഥിക്കേണ്ട, കുറച്ച് നേരം പ്രാർത്ഥിക്കുക, വിഷയങ്ങളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ ഒക്കെ. ഇപ്പം നമ്മൾ കിടക്കാൻ അത്രമേൽ ആഗ്രഹിച്ച് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ തോന്നിക്കുന്ന ഇത്, പ്രാർത്ഥിക്കണം, നീ ഇന്ന് ക്വയറ്റ് ടൈം എടുത്തില്ലല്ലോ, നീ പ്രാർത്ഥിച്ചില്ലല്ലോ, ബൈബിള് വായിച്ചില്ലല്ലോ എന്ന് നമ്മളോട് ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ അത് ഓർപ്പിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ അടുക്കളയിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണിയും ഉച്ചക്കത്തെ ഭക്ഷണത്തിനുള്ള ക്ഷീണ ഇരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത്യാവശ്യം ഇപ്പം 3 കൂട്ടം കറിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു ചാറും ഒരു തോരനും ഒക്കെ ഉണ്ടാക്കി അത്യാവശ്യം ആരും ഒരു ആക്ഷേപം പറയാത്ത വിധത്തിൽ ഭക്ഷണം ഒരുക്കിയിട്ടായിരിക്കും നമ്മൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ദൈവാത്മാവ് നമ്മളെ മൃദുവായിട്ട് നമ്മുടെ ഹൃദയത്തെ ഓർപ്പിക്കുകയാണ്, നീ പ്രാർത്ഥിച്ചില്ലല്ലോ, ബൈബിള് വായിച്ചില്ലല്ലോ, ഇച്ചിരി നേരം പോലും നീ കർത്താവിൻ്റെ സന്നിധി ഇരുന്നില്ലല്ലോ എന്ന് നമ്മൾ ഓർപ്പിക്കുന്ന സമയം, ഇന്ന് എനിക്ക് വയ്യ, ഇനി വൈകുന്നേരം എങ്ങാനും എടുക്കാം, നമ്മൾ ഓർക്കണം. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളോട് തന്നെ ചോദിക്കണം, നീ ബാക്കിയുള്ള പണികളെല്ലാം ചെയ്തു, അന്നേരം ക്ഷീണം ഉണ്ടായിരുന്നു, പക്ഷെ നീ മാറ്റിവെക്കുന്നത് കർത്താവിൻ്റെ കാര്യമാണ്, അത് നീ ചെയ്യേണ്ട ആളാണ് എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. ചില സമയങ്ങളിൽ നമ്മളോട് തന്നെ വാദിക്കണം ചില കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ നമ്മൾ അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരുവാൻ നാം തന്നെ ശ്രദ്ധിക്കണം. നല്ല ഉറച്ച തീരുമാനങ്ങൾ നമ്മൾക്ക് വേണ്ടി നമ്മൾ സ്വയം എടുക്കുന്നിടത്താണ് നാം വിജയിക്കുന്നത്. കർത്താവിന് ശിഷ്യന്മാരെയൊക്കെ കൂടുതൽ ശാരീരികവും മാനസികവുമായ ക്ഷീണാവസ്ഥ ഉണ്ടായിരുന്നു. തന്നെ സപ്പോർട്ട് ചെയ്യാൻ സഹോദരന്മാരൊന്നും ഇല്ലായിരുന്നു, ശിഷ്യന്മാരൊന്നും തൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കർത്താവ് ഉറച്ചു നിന്നു, കർത്താവ് തന്നിൽ തന്നെ ബലപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി എത്ര ചെയ്യും. താൻ പ്രസംഗിക്കുന്ന ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചിട്ട് തൻ്റെ ജീവിതത്തിൽ തന്നെ അതിൽ കുറവ് വരാതിരിക്കേണ്ട തൻ്റെ ശരീരത്തെ താൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കി എത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തെ തനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ആ നിലയിൽ തൻ്റെ ഹൃദയത്തെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ശരീരത്തെ ദണ്ഡിപ്പിച്ചതെന്ന് പറയുമ്പം അടി കൊടുത്തു, അങ്ങനെ ഉപദ്രവിച്ച് തൻ്റെ ശരീരത്തെ ആ നിലയിൽ കൊണ്ടുവന്നു എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് തൻ്റെ തീരുമാനങ്ങളെ, തൻ്റെ താല്പര്യങ്ങളെ, തൻ്റെ ഓരോ അവസ്ഥയെയും അതെല്ലാം താൻ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പം പ്രിയ സഹോദരിമാരെ, നമ്മളും കർത്താവിങ്കിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിച്ചാണ് ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പോൾ നമ്മൾ ക്യാമ്പിൻ്റെ ഓരോ കാര്യങ്ങൾക്കാണെങ്കിലും ദൈവം എത്ര ചെറിയൊരു കൂട്ടമായിട്ട് നമ്മളെ ദൈവം ഒരുമിച്ച് കൂട്ടി അതിൻ്റെ ഓരോ ആവശ്യങ്ങളും നമ്മൾ കർത്താവിൻ്റെ സന്നിധി പറഞ്ഞിടത്തെല്ലാം ദൈവം നമ്മളോട് എത്ര കരുണ കാണിക്കുന്നത്. ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഈ ദൈവത്തോട് നമുക്ക് തിരിച്ചൊരു കടപ്പാടില്ലേ? ആ കടപ്പാട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ഉപേക്ഷിക്കുന്ന കർത്താവിൻ്റെ കാര്യം ഉപേക്ഷിച്ചാൽ അത് നമ്മുടെ അച്ചടക്കമില്ലായ്മ തന്നെയാണ്. പൗലോസ് പറയുന്ന പോലെ തന്നെത്താൻ നിയന്ത്രിച്ച് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേൽ, തൻ്റെ ജഡത്തിൻ്റെ മേൽ അച്ചടക്കമുള്ളവരായിട്ട് തീരാൻ നമ്മളും ഒരു ശ്രമം കഴിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കുകയില്ല, നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ പലപ്പോഴും ആദ്യകാലങ്ങളിൽ വിശ്വാസത്തിലേക്ക് വന്ന ആദ്യകാലങ്ങളിൽ ഞാൻ ഒത്തിരി കഷ്ടം സഹിച്ചു, ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നുപോയി, ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു. ആ ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന കഷ്ടങ്ങളും വെച്ചുകൊണ്ട് നമ്മളിപ്പോഴും ഇരിക്കുകയാണ്. പക്ഷെ നമ്മളവിടെ നിന്ന് കാലം കുറേ കഴിഞ്ഞ് മുന്നോട്ട് പോയി എന്നുള്ള തിരിച്ചറിവൊന്നും നമുക്കില്ല. ഇന്ന് നമുക്ക് ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷെ നമ്മളിപ്പോഴും വളരെ
ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ഒരു കടപ്പാടൊന്നും ഇല്ലാതെ നമുക്ക് നമ്മുടെ സൗകര്യം പോലെ ജീവിക്കാം. നമുക്ക് സമയമുണ്ടെങ്കിൽ, നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടെങ്കിൽ, മൂടുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ മക്കൾ ഒരു പബ്ലിക് എക്സാമോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞ് നമ്മളോട് പറയുക, എനിക്കൊരു മൂഡില്ല പഠിക്കാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ സമയം വെറുതെ പിന്നെ ആട്ട പഠിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? ഇല്ല. നമ്മൾ പറയും മൂഡനുസരിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണമെന്ന് നമ്മൾ പറയും. പക്ഷെ നമ്മൾ ആത്മീയ കാര്യം വരുമ്പോൾ നമ്മൾ സഹോദരിമാരാണ് ആദ്യം മാറ്റി വെക്കുന്നത് നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ പൗലോസ് തന്നെത്താൻ ഡിസിപ്ലിൻ ചെയ്ത് തൻ്റെ ശുശ്രൂഷയ്ക്കൊത്തവണ്ണം തൻ്റെ ശരീരത്തെയും തൻ്റെ മനസ്സിനെയും ഡിസിപ്ലിൻ ചെയ്ത പോലെ നാമും ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. റോമാലേഖനം 12:1-2 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. നമ്മുടെ മനസ്സെങ്ങനെയാണ് പുതുക്കപ്പെടുന്നത്? നമ്മുടെ മനസ്സ് അനുദിനം പുതുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നമ്മളെ തളർത്തി കളയാൻ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ നമുക്ക് നമ്മളുടെ ചുറ്റും ഉണ്ട്. നമ്മളെ തളർത്തി കളയാൻ നിരാശയും തളർച്ചയും ഒക്കെ വന്ന് ആത്മീയ കാര്യങ്ങളിൽ നമ്മളെ താഴേക്ക് കൊണ്ടുപോകാനായിട്ട് പിശാച് എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തെ നമ്മൾ ആത്മാവ് ഒരുക്കമുള്ളതാണ്, എന്നാൽ നമ്മുടെ ശരീരം ബലഹീനമായി പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മുടെ മനസ്സ് ബലഹീനമായിട്ട് പോകാനുള്ള, നിരാശപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ അങ്ങനെ പോകേണ്ടവളല്ല, ഞാൻ മനസ്സ് പുതുക്കേണ്ട ആളുകളാണ്, എൻ്റെ തളർച്ചയെ ഞാൻ മാറ്റിയെടുക്കേണ്ട ആളാണ്. അങ്ങനെ രൂപാന്തരപ്പെട്ട് കർത്താവിന് പ്രയോജനമുള്ള ഒരാളായിട്ട് ഞാൻ തീരണം. നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. റോമാലേഖനം 8:7 പറയുന്നു: ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. ജഡം ബലഹീനമാണെന്ന് പറയുന്നു. ആ ജഡം തന്നെയാണ്, ആ ജഡത്തിൻ്റെ ചിന്തകളാണ് ദൈവത്തോട് ശത്രുത്വം. അപ്പം ആ ജഡം നമ്മളുടെ ഹൃദയത്തിലും ആ ജഡിക സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അതൊരിക്കലും നമ്മളെ ദൈവത്തോട് അടുപ്പിച്ച് നിർത്തുകയല്ല ചെയ്യുന്നത്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മൾ പാപികളാണ്, പാപസ്വഭാവം ഉള്ളവരാണ്. നമ്മളും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കർത്താവിൽ നിന്ന് അകറ്റിക്കളയുന്ന ദുഷ്ടൻ്റെ വലിയ ആ ജഡത്തിൻ്റെതായ സ്വാധീനങ്ങൾ എൻ്റെ മേലും ഉണ്ട്. ഞാൻ അതിനെ അതിജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ ഹൃദയത്തെ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് പറയുന്ന പോലെ ജഡത്തിൻ്റെ താല്പര്യങ്ങളല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്. ആ താല്പര്യങ്ങൾക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയല്ല, ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക്, ഒരുക്കമുള്ള ആത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് എന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. 1970 മുമ്പ് ഒരു വ്യക്തി സുവിശേഷ വേല ചെയ്തതിനെക്കുറിച്ച് തൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ ഇങ്ങനെ പറയാനായിട്ടുണ്ട്. അന്ന് ഇതുപോലെയൊക്കെയുള്ള മൈക്കുകളൊന്നുമില്ല. അപ്പം ഈ മറ്റേ ഒരു ഫോൺ ഇതൊക്കെ വെച്ച് വഴിയോരങ്ങളിലൊക്കെ ആളുകൾ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് വെച്ച് താന് വീട്ടിൽ നിന്നൊക്കെ ഇറക്കി വിട്ടു. താന് ആ മനുഷ്യൻ ഇങ്ങനെ തനിക്ക് സുവിശേഷം പറയണമെന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഉള്ളിൽ ആഗ്രഹവും തീക്ഷ്ണതയൊക്കെ തൻ്റെ ഹൃദയത്തിലുണ്ട്. അപ്പോൾ താന് കിടന്നിട്ട് ഉറക്കമില്ല. 3 മണിക്ക് എഴുന്നേറ്റ് താന് ഈ സാധനം എടുത്തുകൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഇപ്പം താന് കുട്ടനാട്ടുകാരനാണ്. അപ്പോൾ കുട്ടനാട് എന്ന് പറയുന്നത് എല്ലായിടത്തും ഇങ്ങനെ ആറും വെള്ളവും പുഴകളും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് ഈ വ്യക്തി രാവിലെ എഴുന്നേറ്റ് 4 മണിയോളത്തെ സമയം ഈ സാധനവും വെച്ച് ഒരു കയ്യിൽ ഇതും പൊക്കി പിടിച്ച് താന് നീന്തി അക്കരെ കടന്നു. അവിടെയൊക്കെ ധാരാളം ആളുകൾ ഇങ്ങനെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ താൻ എത്തി ചേർന്ന് അവിടെ കയറി ഈ മാവിൻ്റെയും തെങ്ങിൻ്റെയൊക്കെ മാവിൻ്റെയും മരത്തിൻ്റെയൊക്കെ മുകളിൽ താൻ കയറി ഇരുന്നിട്ട് താനിങ്ങനെ സുവിശേഷം കർത്താവിൻ്റെ സുവിശേഷം താൻ അറിയിക്കുന്ന സമയത്ത് ആളുകളെ കാണാനില്ല, മൊത്തം കൂരിരുട്ടാണ്, കാണാനൊന്നുമില്ല. പക്ഷെ തനിക്ക് കർത്താവ് കൊടുത്ത ആ നല്ല ഉറച്ച ശബ്ദമാണ്. ആ ശബ്ദത്തിൽ കർത്താവിൻ്റെ വചനം ആ വെളുപ്പിന് ഇരുട്ടുള്ള സമയത്ത് പറഞ്ഞു. അങ്ങനെ നീന്തി അക്കരെ കടന്നു എന്ന് പറഞ്ഞു.
എനിക്ക് കുട്ടനാട് പരിചയമുണ്ട്, കാരണം എൻ്റെ അമ്മ വീട് കുട്ടനാട്ടിലായ കാരണം എനിക്ക് ആ സ്ഥലമൊക്കെ അറിയാം. അവിടെയൊക്കെ നിറച്ച് ആറും പുഴകളും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ സ്ഥലങ്ങളിലേക്ക്, അപ്പോൾ ഈ 4 മണിക്കുള്ള വെളുപ്പിനുള്ള ഈ തണുപ്പ് സഹിച്ച് താന്, ഏത് മനുഷ്യനാണെങ്കിലും വെളുപ്പിനുള്ള ഉറക്കത്തെ ഒക്കെ ബാധിക്കുന്നതാണ്. ആളുകൾ ഭ്രാന്തനെന്നും വട്ടനെന്നും ഒക്കെ പറഞ്ഞു, പക്ഷെ താൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. താനിങ്ങനെ പോയി, അങ്ങനെ അവിടെ പോയി സുവിശേഷം പറഞ്ഞു. താൻ 3 മാസം കഴിഞ്ഞ് ആ സ്ഥലത്തെ കൂടെ വീണ്ടും പോയ സമയത്ത് ഒരു സ്ത്രീ തൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്ന പോലെ അന്ന് വചനം പറഞ്ഞ ബ്രദർ അല്ലേ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു, അന്ന് രാത്രിയിൽ എൻ്റെ ഭർത്താവ് കുടിച്ചു വന്നിട്ട് എന്നെ കണ്ടമാനം ഉപദ്രവിച്ചു. 5 മക്കളുണ്ട്. 1970 മുമ്പുള്ള കാലത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ കണ്ടമാനം ഉപദ്രവിച്ചു. അപ്പോൾ ശാരീരികമായി മാനസികമായിട്ടൊക്കെ തന്നെ ഉപദ്രവിച്ചു. അപ്പോൾ താന് രാവിലെ 5 മണിയായപ്പോൾ മക്കൾക്കൊക്കെ ഉമ്മ കൊടുത്ത് ഇനി മരിച്ചേക്കാം എന്ന് വിചാരിച്ച് താന് വീടിന് പുറകിലുള്ള പുളിമരത്തേൽ തൻ്റെ തുണി ചുറ്റി താനെ കഴുത്തിൽ കുരുക്കിടാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് ഈ ഇദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രസംഗം കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വെളുപ്പിന് വിളിച്ച് പറയുന്നത് ചിലപ്പം എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചേക്കാം എന്ന് പറഞ്ഞ് താനത് ശ്രദ്ധിച്ചപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം കേട്ട് താന് തൻ്റെ ആത്മഹത്യയിൽ നിന്ന് താന് പിന്തിരിഞ്ഞു. തൻ്റെ ഭവനത്തിൽ ചെന്ന് താൻ കർത്താവിനെ അവിടെ വെച്ച് തന്നെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ്റെ അടുക്കൽ. അപ്പം നമുക്ക് ഇത് ആ വ്യക്തിയുടെ ഉള്ളിൽ ദൈവം ആ രാത്രിയിൽ എഴുന്നേറ്റ് ഇന്ന സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞു. നമുക്കറിയാം വെളുപ്പിനെ 4 മണിക്കൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ ഇത്ര കഷ്ടം സഹിച്ച് താൻ ആ തീരുമാനം എടുത്ത് അവിടെ പോയതുകൊണ്ട് ആ വ്യക്തി അവിടെ രക്ഷിക്കപ്പെടുവാനായിട്ട് സാധിച്ചു. ആ ദേശത്തൊക്കെയും വലിയ ഉണർവുണ്ടാകാനായിട്ട് ഇടവന്നു. പ്രിയ സഹോദരിമാരെ, അങ്ങനെയുള്ള ഓരോ നിയോഗങ്ങൾ ദൈവം ജീവിതത്തിൽ ഓരോ വ്യക്തികൾക്കും കൊടുക്കുന്നുണ്ട്, നമുക്കും ദൈവം തരുന്നുണ്ട്. ആ നിയോഗങ്ങളെ നമ്മൾ ഏറ്റെടുത്ത് അത് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ പോയി വചനം പറയാനായിരിക്കില്ല, വേറെ ഏതെങ്കിലും നിയോഗങ്ങളായിരിക്കാം നമുക്ക് ദൈവം തരുന്നത്. ആ നിയോഗങ്ങളെ നമ്മൾ ശിരസാ വഹിച്ച് നാം ഏറ്റെടുത്ത് ദൈവത്തിന് വേണ്ടി അല്പസമയം നമുക്ക് അവിടെ ശാരീരികമായിട്ട് നമ്മുടെ ക്ഷീണമൊക്കെ നമ്മളെ അത് പോകണ്ട. ഇപ്പം ഈ വെളുപ്പിന് എന്നാ പോകാനാ, ഈ തണുപ്പത്ത് എന്ത് പോകാനാ, ഈ രാത്രിയിൽ അവിടെ പോയി പ്രസംഗിച്ച ആളുകൾ വല്ലതും തല്ലിയാലോ എന്നൊക്കെ ചിന്തിച്ച് പുറകോട്ട് നിൽക്കാനായിട്ട് വളരെ കാരണങ്ങളുണ്ട്. എന്നാലും ആ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ആ ഒരുക്കം, ആ ദൈവം താനത് ആ മനുഷ്യൻ ശിരസാ വഹിച്ച് ആ ദൈവത്തിൻ്റെ ദാസൻ പോയി ഒരാത്മാവിനെ കർത്താവിനായിട്ട് നേടുവാൻ ഇടവന്നു എന്ന് നമുക്ക് കാണാം. അപ്പം നമ്മുടെയും ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങളെ നമ്മൾ അച്ചടക്കത്തോടെ സൂക്ഷിക്കുന്നുവെങ്കിലും നമ്മുടെ ഏത് ബലഹീനാവസ്ഥയിലും നമുക്ക് കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ചെയ്യേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് ചെയ്യാനായിട്ട് നമ്മൾ ശീലിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ആണെങ്കിലും നമ്മൾ ശീലിപ്പിക്കുമ്പോൾ അവർ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് ഇനി പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അത് ഇട്ടിട്ടു നമ്മൾ പറയും അത് വേണ്ട, അതിപ്പം വേണ്ട, ഇതും കൂടെ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയും. ഞാൻ ഓർക്കണ്ട, എൻ്റെ അമ്മയുടെ അടുത്ത് ഞാനൊക്കെ ഒത്തിരി സോപ്പിട്ടൊക്കെ നിന്നിട്ടുണ്ട്. അപ്പം അമ്മ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാൻ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്ന ഇപ്പം തന്നെ വന്ന് ചെയ്തേക്കാം, ഇതൊന്ന് ചെയ്തിട്ട് ഇപ്പം വന്നേക്കാന്ന് പറഞ്ഞ അമ്മയുടെ അടുത്തൊക്കെ ഞാൻ സോപ്പിടാനൊക്കെ നിൽക്കുന്നു. പക്ഷെ അമ്മ പറയും ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയും. അങ്ങനെ അമ്മയുടെ അടുത്ത് നമ്മൾ ആ ഒരു നിർബന്ധം അവിടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്തു. അപ്പം നമ്മളെ ആരെങ്കിലും നിർബന്ധിക്കാൻ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഉണ്ടായെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മെ നിയന്ത്രിച്ച് നമ്മൾ കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കാനായിട്ട് ഒരിക്കലും പോകണം. നമ്മുടെ ശരീരങ്ങളെ, അതിൻ്റെ ബലഹീനാവസ്ഥയാണെങ്കിലും നല്ല സമർപ്പിക്കപ്പെട്ട ശരീരങ്ങളായിട്ട് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം. അതിൻ്റെ ബലഹീനാവസ്ഥയുടെ മേലെ ദൈവത്തിന് അധികാരമുണ്ട്. ദൈവം നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനാവസ്ഥയെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരുക്കം ഉണ്ടെങ്കിൽ ആ ബലഹീനമായ ശരീരമാണെങ്കിലും തളർച്ചയാണെങ്കിലും ക്ഷീണമാണെങ്കിലും നമുക്ക് മുന്നോട്ടിറങ്ങി പോകാനായിട്ട് നമ്മളൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ബാക്കിയൊക്കെ ദൈവം ചെയ്തോളും. അപ്പോൾ നമ്മളെ കർത്താവ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സൊരുക്കം വളരെ ആവശ്യമാണ്. അതിനുള്ളൊരു അച്ചടക്കം നമുക്ക് ആവശ്യം. വേറെ ആരും നമ്മളെ അച്ചടക്കത്തിൽ, അതൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണ്, എന്നെ തന്നെ നിയന്ത്രിക്കേണ്ടത്, എന്നെ തന്നെ അച്ചടക്കത്തെ സൂക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം.
ഇതുപോലെ തന്നെ ഈ ആഫ്രിക്കയിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് പോയ ഒരു വാഹനം പോകുന്ന വഴിയിൽ അവരുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അപ്പോൾ ആ സ്ഥലം എന്ന് പറയുന്നത് നിരീശ്വരവാദികളായിരിക്കുന്ന, ഭീകരവാദികളായിരിക്കുന്ന, ക്രൂരരായിരിക്കുന്ന മനുഷ്യർ, ക്രിസ്ത്യാനികളെയൊക്കെ വളരെ വെറുക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് അർദ്ധരാത്രിയിൽ എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് ഈ ശുശ്രൂഷയ്ക്ക് പോയ ആളുകൾ തിരിച്ചു വരുന്ന വഴി അവരുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ആ വണ്ടിയിലുണ്ടായിരുന്ന 3-4 ആളുകൾ അവർ കിണഞ്ഞ് പരിശ്രമിച്ചു അവരുടെ വാഹനം ശരിയാക്കാനായിട്ട്. പക്ഷെ എന്ത് ചെയ്താലും സാധിക്കുന്നില്ല. അങ്ങനെ രാത്രിയിലൊരു നല്ല നേരമായപ്പോൾ അവർ ആ വാഹനത്തിൻ്റെ ഉള്ളിൽ തന്നെ കിടന്നുറങ്ങി രാത്രിയിൽ. അതിനെക്കുറിച്ച് പിന്നീട് ഈ വാഹനത്തിലുണ്ടായിരുന്ന ആളുകളോട് പിന്നീട് ചില ആളുകൾ സംസാരിക്കാനിടയായി. ആ നാട്ടിലുണ്ടായിരുന്ന ചില ആളുകൾ ഇവരിങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് അവരിവരെ നശിപ്പിക്കാനും ഇവർക്കുള്ളതൊക്കെ കൊള്ളയടിക്കാനുമായിട്ട് ഇവരുടെ അടുക്കിലേക്ക് വരാനായിട്ട് ഒരു കൂട്ടം മനുഷ്യർ തീരുമാനിച്ചു. അവരങ്ങനെ വരുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ ഈ കാറിന് ചുറ്റും 16 പടയാളികൾ അങ്ങനെ ആയുധവും എടുത്ത് നിൽക്കുന്നതായിട്ടാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അവർ വേഗത്തിൽ തിരിച്ചു പോയി എന്ന് പറഞ്ഞു. ഇവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലായില്ല. എന്നാൽ പിന്നീട് ഇവർ സ്വന്തം നാട്ടിൽ ചെന്ന സമയത്ത് സ്വന്തം നാട്ടിൽ അവരുടെ സ്വന്തം സഭയിൽ ചെന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, ഇന്ന ദിവസം ഇന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോയിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇങ്ങനെയുള്ള സംഭവം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അന്ന് ഞങ്ങൾക്ക് 16 പേര്, അന്ന് അവിടെ മീറ്റിങ്ങിൽ കടന്നു വന്ന ആളുകളായിരുന്നു. ആ 16 പേര്, അതിൽ കടന്നു വന്ന 16 പേര് വളരെ വലിയ ബേഡൻ, ഇങ്ങനെ യാത്ര പോയത് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള വലിയ ബേഡൻ. അവരവിടെ തന്നെ ആ മീറ്റിങ്ങിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. ആ 16 പേരാണ് ഇവർക്ക് ചുറ്റും പടയാളികളെന്ന പോലെ അവരെ ഉപദ്രവിക്കാൻ വന്ന ശത്രുക്കൾക്ക് തോന്നിയത്. പ്രിയ സഹോദരന്മാരെ, നമുക്കും അങ്ങനെയൊക്കെയുള്ള ചില ഹൃദയത്തിലെ തോന്നലുകളൊക്കെ നമുക്കും ചിലപ്പോഴൊക്കെ ദൈവം തന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കാനായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഇപ്പം എന്നാ പ്രാർത്ഥിക്കാനാ എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഉറക്കം വരുക, അല്ലെങ്കിൽ എനിക്കൊരു മൂഡില്ല എന്ന് വെച്ചൊക്കെ നമ്മളും പ്രാർത്ഥിക്കാതെ അതൊക്കെ നമ്മളും വിട്ടുകളഞ്ഞിട്ടുണ്ട്. നമ്മളും തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിൽ കൂടെ നമ്മളെയും ദൈവം കടത്തി വിട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഏറ്റെടുത്തിട്ടില്ല. നമ്മളെ ഏറ്റെടുക്കുന്നുവെങ്കിലാണ് വീണ്ടും നമ്മളെ ദൈവം പ്രാർത്ഥിക്കാനായിട്ട് വരമേൽപ്പിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്യുന്ന ദൈവം തരുന്ന ശുശ്രൂഷ നമ്മൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ നാളെ ദൈവം നമുക്ക് 2 ശുശ്രൂഷ തരും പ്രാർത്ഥിക്കാനായിട്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മക്കളൊക്കെ ഹോസ്റ്റലിലേക്കൊക്കെ പോയപ്പോൾ അത്ര നാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ രാത്രിയിൽ ഞെട്ടി എഴുന്നേക്കും. ഒന്നും ആയിട്ടൊന്നുമല്ല, പക്ഷെ ഞെട്ടി എഴുന്നേറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എത്രയോ രാത്രികളിൽ ഞാൻ പ്രാർത്ഥിച്ച്, ദൈവം കാത്തുകൊള്ളണേ, അവിശ്വാസികളായ മക്കളുടെ കൂടെയാണ് താമസിക്കുന്നത്, ധാരാളം പണമുള്ള പിള്ളേരെ കൂട്ടത്തിൽ, പേരൻസ് ഗൾഫിലൊക്കെ താമസിക്കുന്ന പിള്ളേരുടെ കൂട്ടത്തിലൊക്കെയാണ് താമസിക്കുന്നത്. ദൈവമേ മക്കളെ കാത്തുകൊള്ളണേ, സൂക്ഷിച്ചു കൊള്ളണേ, അവർക്കൊരു ദോഷവും വരരുതേ എന്ന് പ്രാർത്ഥിക്കും. ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഉറക്കമൊക്കെ പെട്ടെന്ന് പോകും. എഴുന്നേൽക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമ്മളെ അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ട് ദൈവം എന്തായാലും അതിൻ്റെയൊക്കെ നന്മ മക്കളുടെ ജീവിതത്തിലും തന്നിട്ടുണ്ട്. അവരെയൊക്കെ ദൈവ പഠനകാലങ്ങളിലൊക്കെ സൂക്ഷിച്ചു കരുതി, സാക്ഷിക്കേടുകളൊന്നും വരാതെ ദൈവം സൂക്ഷിച്ചു. അപ്പോൾ ചില കാര്യം നമ്മളറിയാം, C.S. ലൂയിസ് ആണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. താൻ രക്ഷിക്കപ്പെട്ട ഒരു ഭവനത്തിലായിരുന്നു. ഒരു പ്രാർത്ഥന വീടിൻ്റെ പേര് മാറിപ്പോയെന്നറിയില്ല. എന്തായാലും ആ വ്യക്തിയുടെ അമ്മ ഈ പേരൻസ് വിശ്വാസികളാണ്, എന്നാൽ ഈ മോന് വിശ്വാസ കാര്യങ്ങളിൽ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ താൻ യൂണിവേഴ്സിറ്റി പഠനത്തിനായിട്ട് വളരെ ദൂര സ്ഥലത്തേക്ക് പോയി. എനിക്ക് കുറച്ചും കൂടെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കണം, ഈ ലോകത്തിലെ സുഖവും സന്തോഷമൊക്കെ അനുഭവിക്കണം എന്നോർത്ത് അപ്പൻ്റെ അമ്മയുടെയും വിശ്വാസത്തോട് താല്പര്യമില്ലാതെ താൻ ദൂരദേശത്ത് പോയി. ആ സമയത്ത് അമ്മ പറഞ്ഞു, നീ എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് അമ്മയുടെ ദൈവത്തെ വിളിച്ച് നീ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു വാക്ക് പറഞ്ഞു. എന്നാൽ ആ അമ്മ ഈ മോൻ പോയിട്ടുള്ള മുഴുവൻ സമയങ്ങളിൽ ഈ മോന് വേണ്ടി രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ പ്രാർത്ഥിക്കുക. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് രാത്രിയുടെ ആമകളിലൊക്കെ താൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഈ മകൻ, നമുക്കറിയാം, പ്രാർത്ഥിക്കുന്ന കരങ്ങൾ പുറകിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അങ്ങനെ തൻ്റെ ഇഷ്ടം പോലെ നടക്കാനൊന്നും സാധിക്കുകയില്ല. തൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാനായിട്ട് തുടങ്ങി.
അങ്ങനെ രാത്രിയിൽ താൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, സംഭവങ്ങളൊക്കെ വേറെ ഉണ്ട്, എന്നാലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവിനെ സ്വീകരിച്ച് മടങ്ങി വരാനായിട്ട് ഇടവന്നു. ആ അമ്മ രാത്രിയാമങ്ങളിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച്, എൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോകരുത്, അവന് ഈ വിലയേറിയ വിശ്വാസം അവൻ്റെ ജീവിതത്തിൽ കൊടുക്കണമേ എന്നുള്ള ആ അമ്മയുടെ പ്രാർത്ഥന. ആ അമ്മയ്ക്ക് ഉറക്കമില്ലാഞ്ഞിട്ടായിരുന്നോ? അമ്മയ്ക്ക് ക്ഷീണമില്ലാഞ്ഞിട്ടായിരുന്നോ? ഒന്നുമല്ല. അതെ, ഞാനാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടത്, ഞാനല്ലാതെ അവന് വേണ്ടി വേറെ ആര് പ്രാർത്ഥിക്കും എന്നുള്ള ആ ചിന്ത, ആ ബേഡൻ ആ അമ്മേനെ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു മോളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ക്വയറ്റ് ടൈമൊക്കെ എടുക്കുന്നുണ്ടോ, ബൈബിളൊക്കെ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ മോൾ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കുന്നുണ്ട് ആൻറ്റി, പക്ഷേ ക്വയറ്റ് ടൈം അങ്ങോട്ട് അത് അത്ര സെറ്റ് ആവണില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ കല്യാണം കഴിഞ്ഞിട്ടില്ല, നിനക്ക് മക്കളില്ല, ഭക്ഷണം ഉണ്ടാക്കേണ്ട, ഒരു ഹോസ്റ്റലിൽ ചെന്ന് ആഹാരത്തിൻ്റെ മുമ്പിൽ ചെന്ന് ഇരുന്നാൽ മതി, പിന്നെ നിനക്ക് ക്വയറ്റ് ടൈം എടുക്കാതെ ഇരിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താ ഉള്ളത്, അത് നീ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. ആ ശരി ആൻറ്റി, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാനിങ്ങനെയും കൂടെ പറഞ്ഞു, നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാതെ ബാക്കിയുള്ളവരെ ആരൊക്കെ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളും ചിന്തിക്കണം, എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം, എൻ്റെ ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒക്കെ ഞാൻ പ്രാർത്ഥിക്കണം. സൗര്യമാരെ ഇതിനൊക്കെ ഒരു അച്ചടക്കം ആവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ താമസിച്ചായിരിക്കും വന്ന് കിടക്കുന്നത്, പക്ഷേ ഒരു സമയം നമ്മൾ വെക്കണം. എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഏതാണ്, അത് ഞാൻ എടുത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ താമസിച്ച് 12 മണിക്കോ അല്ലെങ്കിൽ 11 മണിക്കോ കിടക്കുന്നെങ്കിലും രാവിലെ ഒരു സമയത്താണ് എനിക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ മാറ്റി വെക്കുന്നതെങ്കിൽ നമുക്ക് 4 മണിക്കൂറേ ഉറക്കം കിട്ടിയുള്ളെങ്കിലും 3 മണിക്കൂറേ ഉറക്കം കിട്ടിയുള്ളെങ്കിലും ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നമുക്കെല്ലാവർക്കും മൊബൈൽ ഉപയോഗിക്കാനായിട്ട് തന്നിട്ടുണ്ട്. അതിലൊരു അലാറം ഉണ്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട്. ആ അലാറം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കണം. ഞാൻ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തൊന്നും എൻ്റെ കൈയെത്തുന്ന സ്ഥലത്തൊന്നും ഞാൻ വെക്കില്ല. എഴുന്നേറ്റ് ചെന്ന് അലാറം ഓഫ് ചെയ്യാവുന്ന വിധത്തിൽ ഞാൻ വെക്കുള്ളൂ. കാരണം നമ്മളെപ്പോഴും അലാറം അടുത്ത് വെച്ചാൽ ഓഫാക്കിയിട്ട് നമ്മൾ പിന്നെയും കിടക്കും. അങ്ങനെയല്ല, നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊരു തീരുമാനവും ഉറച്ച ഒരു തീരുമാനം നമുക്ക് വേണം. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ആളാണെന്നുള്ളത്. നമ്മുടെ ജീവിതത്തെ നമ്മൾ അച്ചടക്കത്തിൽ സൂക്ഷിക്കണം. ഒന്നാമത് നമ്മൾ ദൈവത്തോട്, എന്നെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം, എൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറയായിരുന്നു, രാവിലെ കുടുംബ പ്രാർത്ഥന നടന്നില്ലേ എന്തെങ്കിലും അപകടം ഉണ്ടാവും എന്നുള്ള ഒരു ഇങ്ങനെ ഒരു അന്ധവിശ്വാസമാണോ പേടിപ്പിക്കുവാണോ അമ്മ ഞങ്ങളെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലെ മക്കളെ 6 പേരുടെ വീട്ടിലും രാവിലെ വൈകിട്ടും ഒക്കെ പ്രാർത്ഥനയുണ്ട്. കാരണം അമ്മ ഞങ്ങളെ പേടിപ്പിച്ച് അങ്ങനെയൊക്കെ വെച്ചേക്കുക, എന്തെങ്കിലും അപകടം ഉണ്ടാവും രാവിലെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് രാവിലെ, അതുകൊണ്ട് ഈ രാവിലത്തെ പ്രാർത്ഥന, അതിന് ഏറ്റവും നല്ല സമയം ഞാൻ ദൈവത്തിന് കൊടുക്കും. ബാക്കിയുള്ള സമയം ബാക്കി വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ അച്ചടക്കത്തിൽ സൂക്ഷിക്കണം എന്നുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മൾ ബലഹീനരാണല്ലോ, എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ വേണ്ട ഒരു വിശ്വാസം, ഒരു ഉറപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ബലഹീനയാണെങ്കിലും തക്ക സമയത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടും എന്നെ സഹായിക്കും എന്നുള്ള ഒരു ഉറപ്പ്. എനിക്ക് പറ്റില്ലെങ്കിലും ഞാനിത് ചെയ്താൽ ബാക്കി ദൈവം എന്നോട് കൂടെ ഇരുന്ന് എന്നെ സഹായിക്കും. ദാവീദ് സങ്കീർത്തനങ്ങളിൽ പാടി പറയുന്നത് എന്താണ്? കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ആവശ്യ സമയത്ത് കർത്താവ് എൻ്റെ കൂടെ വരും എന്നുള്ള ആ ഒരു വിശ്വാസം നമുക്ക് വേണം. എനിക്ക് പറ്റില്ലെങ്കിലും ഞാനിത് ചെയ്താൽ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കും എന്നുള്ള ഒരു വിശ്വാസം. ലൂക്കോസ് 22:43 ഇങ്ങനെ പറയുന്ന, അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബലഹീനരായിട്ടെങ്കിലും നമ്മൾ ഉറച്ച തീരുമാനത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങുമ്പോൾ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് നമ്മളെയും ശക്തിപ്പെടുത്തും, നമ്മളെയും ബലപ്പെടുത്തും. അത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. 2 കൊരിന്ത്യർ 12:9 പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപ. തൻ്റെ ശരീരത്തിലൊരു ശൂലം കൊടുത്തു തന്നോട് കർത്താവ് പറഞ്ഞു, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. നീ ബലഹീനയാകുന്ന അവസ്ഥയിലും എൻ്റെ ശക്തിയുണ്ട് നിനക്ക് മതിയായതായിട്ട്. അത് നമ്മുടെ ജീവിതത്തിലും ദൈവം അത് പകർന്നു തരുവാൻ മതിയായവനാണ്. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് പറയുന്നുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രിയ സഹോദരന്മാരെ, നമുക്ക്
നമ്മളെ ഇത്ര നമ്മളോട് കൂടെ നിന്ന് നമുക്ക് ശക്തി നമ്മളൊരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ നമുക്ക് വേണ്ടി കൂടെ നിൽക്കുന്ന, നമുക്ക് ബലം തരുന്ന ഈ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ ഉറച്ച് ദൈവം എന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവം നമ്മെ തീർച്ചയായിട്ടും സഹായിക്കും. ഒരു സുവിശേഷകൻ ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ സുവിശേഷ പ്രസംഗം നടത്താനായിട്ട് പോയപ്പോൾ സുവിശേഷ വിരോധികളായിരിക്കുന്ന ആളുകൾ ആ ഓപ്പൺ എയർ നടത്തിക്കില്ല, അതിന് തടസ്സങ്ങളുണ്ടാക്കും, ഒരു കാരണവശാലും നടത്തിക്കില്ല. അപ്പോൾ അത് ഓർഗനൈസ് ചെയ്ത ആളുകൾ പറഞ്ഞു നടത്താൻ പറ്റില്ലെന്നാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു അതിന് കുഴപ്പമില്ല, എൻ്റെ കൂടെ പ്രാർത്ഥനയും വിശുദ്ധ ജീവിതമുള്ള കുറച്ച് ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ നിർത്തിയാൽ മതി, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എന്നെ സ്വാധീനിച്ചത് ഈ പ്രാർത്ഥനയ്ക്കും വിശുദ്ധ ജീവിതത്തിനും എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുണ്ട്. പ്രാർത്ഥനയുള്ള വിശുദ്ധ ജീവിതമുള്ള ഒരു വ്യക്തിയെ ദൈവം മാനിക്കുന്നു. എതിർപ്പുകൾ, ഏത് സാഹചര്യങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങളിലും അങ്ങനെയുള്ള വ്യക്തികൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ ദൈവം അവിടെയൊക്കെ വഴികൾ തുറന്നു തരുന്നതായിട്ട് താൻ പറഞ്ഞതുപോലെ തന്നെ സുവിശേഷ യോഗ അനുഗ്രഹമായിട്ട് നടന്നു. ഉപദ്രവിക്കാനായിട്ട് മുന്നോട്ട് വന്ന മനുഷ്യൻ ആദ്യം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു. ദൈവമക്കളെ, നമ്മൾ ധൈര്യപ്പെടണം. ഇപ്പോൾ സുവിശേഷം പറയാനൊന്നും നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പോകാൻ സാധിച്ചു എന്നില്ല. എന്നാൽ സുവിശേഷം പറയുന്നവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, സുവിശേഷത്തിന് വേണ്ടിയുള്ള നമ്മുടെ ജീവിതം, സുവിശേഷത്തിന് യോഗ്യമായിട്ടുള്ള ജീവിതം നമുക്ക് വേണമെന്ന് നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്കും വിശുദ്ധ ജീവിതത്തിനൊക്കെ ദൈവം വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ നമ്മുടെ ബലഹീനതകളെ നേരിടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം ആത്മീയ കാര്യങ്ങളിലുള്ള നമ്മുടെ ഉത്തരവാദിത്ത ബോധമാണ്. കർത്താവ് പറഞ്ഞെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. നമുക്കറിയാം, വീട്ടമ്മമാരായ നമ്മളും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ തീരെ വയ്യലും ഒക്കെ നമ്മളെന്ത് ചെയ്യും, എഴുന്നേറ്റ് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യും, വീട് വൃത്തിയാക്കും, ദൂരയാത്ര പോവുകയാണെങ്കിലും വീട്ടിലുള്ളവർക്ക് വേണ്ടി ആഹാരം ഒരുക്കി വെക്കുന്നു, ഒക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മുടെ കർത്തവ്യബോധമാണ്. അടുത്ത വീട്ടിലുള്ള ആൾ വന്ന് ചെയ്തോളും എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടുകാര്യങ്ങൾ ഇട്ടിട്ട് ആരും പോകാറില്ല. അതന്നെ, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഞാനാ ചെയ്യേണ്ടത്, അത് അവരല്ല വന്ന് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ബോധ്യം. നമുക്കും ഒത്തിരി കാര്യങ്ങൾ, നമുക്കും ദൈവം ധാരാളം ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്, ധാരാളം നിയോഗങ്ങൾ നമുക്കും ആത്മീയ മേഖലയിൽ തന്നിട്ടുണ്ട്. നാം അത് ഏറ്റെടുക്കുമ്പോൾ, നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനതകളെയൊക്കെ അതിജീവിച്ച് ആ നിയോഗങ്ങളെ ഏറ്റെടുക്കുമ്പോൾ ദൈവം നമ്മളെയും അനുഗ്രഹിക്കും. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന തലമുറയിൽ നമ്മുടെ ചുറ്റും കാണുന്നത് കൊലപാതകവും വ്യഭിചാരവും മോഷണവും ലൈംഗിക പാപങ്ങളും അശ്ലീല പടങ്ങളും ധാർമ്മികമായിട്ട് വളരെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ആണ് നമ്മുടെ ഈ തലമുറ മുന്നോട്ട് പോകുന്നത്. അതുപോലെ നാം ജീവിക്കുന്ന തലമുറയിൽ ദൈവഭയമില്ല. നമ്മൾ അനുദിനം കേൾക്കുന്ന വാർത്തകളൊക്കെ അതിനകത്തിൽ ഞാൻ വായിച്ചു പോകുന്നേ ഉള്ളൂ, സമയം തീർന്നുകൊണ്ട്. ദൈവത്തോട് പ്രിയമില്ലാത്ത മനുഷ്യർ, അതുപോലെ ഭീകരവാദം, മനുഷ്യന് വിലയില്ലാത്ത സ്ഥിതി, യുദ്ധങ്ങളും, അതുപോലെ മനുഷ്യരുടെ മധ്യത്തിൽ വർദ്ധിച്ചു വരുന്ന നിരാശ, ആത്മഹത്യ, ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ എന്ന് പരിതപിച്ച് പോകുന്നത് മാത്രമല്ല, അതൊന്നുമല്ല നമ്മുടെ ഉത്തരവാദിത്വം. നാം ജീവിക്കുന്ന ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു നിയോഗം നമ്മുടെ മേലും ദൈവം തന്നിട്ടുണ്ട്. ആ നിയോഗം നമ്മൾ ഏറ്റെടുക്കാനായിട്ട് മനസ്സുണ്ടോ? നീ പ്രാർത്ഥിക്ക എന്ന് പറഞ്ഞ് കർത്താവ് ഇപ്പോൾ ആ സുവിശേഷകനെ പറഞ്ഞയച്ചു പോലെ കർത്താവ് നമ്മളോട് പറയണം, നീ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതല്ലേ എന്ന് കർത്താവ് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുക. എന്നാൽ പലപ്പോഴും നാം അത് ഏറ്റെടുക്കാതെ നിൽക്കുകയാണ്. എന്നാൽ നാം അതൊക്കെ ഏറ്റെടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും. നമുക്കറിയാം, നമ്മുടെ തലമുറ എന്ന് പറയുന്നത് ഈ പാപം നിറഞ്ഞ തലമുറയുടെ മധ്യത്തിൽ ദൈവമേ നീ ഇടപെടണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അതുപോലെ നമ്മുടെ സഭയെ ഓർത്ത്, തണുത്ത സ്ഥിതി ഓർത്ത്, സഭയുടെ ആ ആത്മീയ ഉഷാറൊക്കെ പോയി അങ്ങനത്തെ സ്ഥിതിയെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അന്യോന്യം സ്നേഹിക്കാനും സാക്ഷി ജീവിതം നയിക്കാനും പ്രാർത്ഥനാ ജീവിതം, സത്യോപദേശത്തെ മുറുകെ പിടിക്കുന്ന സഭയായിട്ട് തീരാൻ, രഹസ്യ പാപങ്ങളില്ലാതെ
അതുപോലെ പിന്മാറ്റത്തിലേക്ക് പോകാതെയൊക്കെ ഞങ്ങളുടെ സഭയെ സൂക്ഷിക്കണമേ, അതൊക്കെ നമ്മുടെ സഭയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ നമ്മളിങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, നമ്മുടെ വീട്ടാവശ്യങ്ങൾ, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ, അത്യാവശ്യം സഭയിലെ അത്യാവശ്യ രോഗികളായിരിക്കുന്നവരെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കും. പക്ഷേ അത്രയും കൊണ്ടൊന്നും നമ്മുടെ നിയോഗം തീർന്നിട്ടില്ല സഹോദരിമാരെ. നമുക്ക് ഒത്തിരി നിയോഗങ്ങൾ ദൈവം തന്നു. നെഹമ്യാവും ഡേവിഡും ഒക്കെ പ്രാർത്ഥിച്ചത് അവർ ചെയ്ത പാപങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. ഞാനും എൻ്റെ പിതാക്കന്മാരും പാപം ചെയ്തു എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സഭയുടെ സ്ഥിതി വളരെ ദയനീയമാണ്, ദൈവം സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മുമ്പാകെ കാണിച്ചു തരുന്ന കുറവുകളെ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. അത് എൻ്റെയും കൂടെ കുറവാണ്, എൻ്റെ സഭയുടെ കുറവുകൾ എൻ്റെയും കൂടെ കുറവാണ്, ദൈവം സഹായിക്കണം. അതുപോലെ ഞാൻ നിൽക്കുന്ന ഈ തലമുറയിൽ കർത്താവ് പ്രവർത്തിക്കണമേ, ഈ സ്ഥിതിക്കൊരു മാറ്റം വരുത്തണമേ. അതുപോലെ സഭാ നേതൃത്വത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ഉന്നത അധികാരികൾക്ക് വേണ്ടി, ജുഡീഷ്യറിക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ദൈവം നമുക്ക് നിയോഗങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറ്റിയെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾക്ക് ഈ വിഷയങ്ങൾ ഞങ്ങൾ കേട്ടിട്ടും കേൾക്കാത്ത പോലെയും കണ്ടിട്ടും കാണാത്ത പോലെയും പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവർ. ഇപ്പം തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സഭയിലെ പ്രാർത്ഥന ഭാരമുള്ള കുറച്ച് സൗകര്യമാർ ഒരുമിച്ച് ചേർന്ന് ഓൺലൈനായിട്ടോ അല്ലാതെയോ ഏതെങ്കിലും വീട്ടിലൊക്കെ കൂടി നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്കതിന് അല്പസമയം മാറ്റിവെക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ ഏറിയ അനുഗ്രഹങ്ങൾ നമ്മുടെയും ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വളരെ പ്രതിഫലങ്ങൾ ഉണ്ടാകും. നമ്മുടെ യുവതലമുറയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ മധ്യത്തിൽ യുവതലമുറ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് നടക്കുന്ന കുഞ്ഞു, അവരോടൊന്നും ആർക്കും മിണ്ടിക്കൂടാത്ത അവസ്ഥ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അടിമകളായി പോകുന്ന സാഹചര്യം, അബോർഷൻ വ്യാപകമായി, കോളേജ് ഗോയിങ് ആണെങ്കിലും സ്കൂൾ ഗോയിങ് ആണെങ്കിലും പിള്ളേരൊക്കെ അബോർഷൻ ചെയ്തു, ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറഞ്ഞ് പാല് കുടിച്ച് ചുണ്ട് തുടച്ചിട്ട് നടക്കുന്നത് പോലെ കൂളായിട്ട് നടക്കുന്ന യുവതലമുറ. നമുക്ക് ആ വിഷയങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കേണ്ട സൗകര്യമാർ. ഇങ്ങനെയൊക്കെയുള്ള അബോർഷൻ്റെ ഭവിഷ്യത്തുകളൊക്കെ വരും തലമുറകളിൽ അത് എത്ര ദോഷകരമായിട്ട് ഭവിക്കും. നമ്മൾ ഇത്ര സത്യങ്ങൾ അറിഞ്ഞ ആളുകൾ, ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാനായിട്ട് വിളിക്കപ്പെട്ട നമ്മൾ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ വേറെ ആര് പ്രാർത്ഥിക്കും എന്നുള്ളത് നമുക്ക്. അപ്പം ദൈവം യുവതലമുറയെ രക്ഷിക്കാൻ വേണ്ടി വരും തലമുറയിൽ കർത്താവിന് വേണ്ടി അനേകരെ പ്രയോജനപ്പെടുവാൻ, ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് അനേകരെ കർത്താവ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിൽ എത്ര പേര് ഈ നിയോഗങ്ങളെ ഏറ്റെടുക്കും? കർത്താവിന് വേണ്ടി ഒരുക്കമുള്ളവരായിട്ട് നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനതകളെ മാറ്റിവെച്ചുകൊണ്ട് എത്ര പേര് ഏറ്റെടുക്കാനായിട്ട് മനസ്സുള്ളവരാണ്? അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രിസൺ മിനിസ്ട്രിയെ ഓർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ ഒത്തിരി പേരും തങ്ങളുടെ ആ ദുഷ്ടകൃത്യങ്ങളിൽ തന്നെ നിലനിൽക്കുന്നവരായിട്ടുണ്ട്. ജയിലിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ആളുകളുടെ സാക്ഷ്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നു, വളരെ ധാർഷ്ട്യത്തോടെ, വളരെ കുറ്റവാസനയുള്ള, കുറ്റകൃത്യങ്ങൾ യഥേഷ്ടം ചെയ്ത് സ്വന്തം ഇഷ്ടം പോലെ നടന്ന അനേക മനുഷ്യർ ജയിലുകളിൽ ചെന്ന് പെടുമ്പോൾ അവർ പലരും നിരാശയിലേക്കും ഒറ്റപ്പെടലിലേക്കൊക്കെ പോകുന്നു. ഇവരുടെ ജീവിതങ്ങളിൽ ദൈവം ഇടപെടുമ്പോൾ, അവരുടെ ഇടയിലെ ദൈവം ഇടപെടുവാനായിട്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി ആളുകൾ രക്ഷിക്കപ്പെടുന്നു. അങ്ങനെയുള്ള രക്ഷിക്കപ്പെട്ട ആളുകൾ ആ ജയിലുകളിൽ തന്നെ തങ്ങളുടെ ശിക്ഷാ കാലാവധി തീരുന്നോളം വരെ അവരവിടെ നിൽക്കും. അന്നേരം അവർ തങ്ങൾക്ക് കിട്ടിയ വെളിച്ചം അനേകരിലേക്ക് പകരപ്പെടുവാനായിട്ട് ഇടവരും. പ്രിയ സഹോദരന്മാരെ, നമ്മളും ഈ ജയിൽ മിനിസ്ട്രിയൊക്കെ ഓർത്ത്, ഇന്ന് പണ്ട് കാലങ്ങളിലെ ജയിലിലൊക്കെ സുവിശേഷം പറയാനൊക്കെ നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ ബാൻ ചെയ്തേക്കുകയാണ്. വളരെ ചെറിയ അളവിൽ എന്തൊക്കെയാണ് നമുക്കറിയാം. ജുവനൈൽ ജയിലുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. നമുക്കറിയാം ആ ജയിലുകളെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാതെ കുറ്റകൃത്യം ചെയ്ത ആളുകളെ പാർപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ഒന്നും ചെന്ന് അവരോടൊന്നും സുവിശേഷം പറയാനായിട്ടുള്ള സാധ്യതയൊന്നും ഇല്ല. അങ്ങോട്ടൊന്നും ആരെയും അടുപ്പിക്കില്ല. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം. കോട്ടകളെ തകർക്കുന്ന, എത്ര അടഞ്ഞു കിടക്കുന്ന വഴികളെ തുറക്കാനായിട്ട് നമ്മുടെ ദൈവത്തിന് സാധിക്കും. അവിടേക്ക്
ദൈവ ആളുകളെ അയക്കാൻ വേണ്ടി. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നാൽ നമുക്കറിയാം, ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവർ കുറ്റകൃത്യങ്ങൾ ചെയ്ത് അങ്ങനെ ആയിപ്പോയിരിക്കുന്നു. എന്നാൽ അവിടെ നിന്ന് ദൈവം അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതൊക്കെ നമ്മളതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്ത ആളുകളായിരുന്നു. നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇതിനൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണല്ലോ എന്ന് നമുക്ക് കാണാം. നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കും. നമ്മൾ മുമ്പേ വായിച്ചു, 16 പടയാളികൾ ആ വാഹനത്തിന് ചുറ്റും നിന്നു. അവിടെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട്. കഴിഞ്ഞ ദിവസം കല്ലൂർക്കാട് സഭയിൽ ഒരു സഹോദരി ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞു. എനിക്ക് തോന്നിയ കാര്യമാണ്, ഞാൻ ചോദിച്ചൊന്നുമില്ല. അപ്പം താൻ ഇങ്ങനെ സ്ട്രോക്ക് വന്ന് പാരലൈസ് അങ്ങനെ ബുദ്ധിമുട്ടിലായിപ്പോയി. താൻ ഹോസ്പിറ്റലിലാക്കിയ സമയത്ത് താനിങ്ങനെ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, ഞാനിങ്ങനെ ICUലേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചുറ്റും സഭയിലെ സഹോദരന്മാരും ഒക്കെ നിൽക്കുന്നതായിട്ട് എനിക്ക് കണ്ടു എന്ന് വന്നു. പിന്നെ ഞാൻ ICUവിൻ്റെ വാതിലിൽ വെച്ച് 2 സഹോദരന്മാരെ കണ്ടു എന്ന് പറഞ്ഞു. സത്യത്തിൽ ആദ്യം താൻ പറഞ്ഞ ആ വാക്കുകൾ, അങ്ങനെ ആരും സഹോദരന്മാരും ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. സഹോദരന്മാർ 2 പേര് ICUവിൻ്റെ വാതിലിൽ നിന്നു എന്ന് പറഞ്ഞത് സത്യമാണ്. എനിക്ക് തോന്നുന്നു ആ സൗകര്യക്ക് ഇപ്പം നമ്മുടെ വാട്സാപ്പിലൊക്കെ മെസ്സേജൊക്കെ വരുമല്ലോ, നമ്മൾ അറിയുന്ന സമയം തന്നെ എല്ലാവരും പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ അന്നക്കുറിച്ച് സൗകര്യം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സൗകര്യമാണ്. അപ്പോൾ താൻ പ്രാർത്ഥിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ താൻ അതിൻ്റെ അനുഭവം അറിയുകയാണ്. തനിക്ക് ചുറ്റും തൻ്റെ ദൈവമക്കൾ തനിക്ക് ചുറ്റും നിൽക്കുന്നത്. അപ്പോൾ തനിക്ക് കിട്ടിയ ആ ഒരു വലിയ ധൈര്യം. എന്നോട് ഫോൺ വിളിച്ചപ്പോഴും താൻ പറഞ്ഞു, എല്ലാവരും എൻ്റെ അടുത്തുള്ള പോലെ എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് പ്രാർത്ഥനയുടെ ഒരു ബലം എന്ന് പറയുന്നത്. നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലത്ത് അവിടെ ദൈവം ആരെയെങ്കിലും ഉപയോഗിക്കും. ഒത്തിരി നമുക്ക് ഒരു പക്ഷേ സുവിശേഷം പറയാനും ആളുകളോട് വചനം അറിയിക്കാനൊക്കെ പേടിയും നാണവും ലജ്ജയും ഒക്കെ വരുന്നു. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത അനേകരെ ദൈവം ഉരുക്കും മനസ്സുപോലെ ഒരുക്കി വെച്ചിട്ടുണ്ട് തൻ്റെ വേലയ്ക്കായിട്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞു. തനിക്ക് പേടി, തൻ്റെ ഭാര്യ തന്നെക്കുറിച്ചുണ്ട്. ആ വ്യക്തിക്ക് പേടിയെന്ന് പറഞ്ഞൊരു കാര്യമില്ല. എവിടെ പോയാണെങ്കിലും സുവിശേഷം പറയാൻ തനിക്ക് നല്ല ധൈര്യമാണ്. അപ്പം നമ്മുടെ പ്രാർത്ഥന അങ്ങനെയുള്ള കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനേകർക്ക് വളരെ ശക്തിയായിട്ട് തനിക്ക് പിൻബലമായിട്ട് പുറകിൽ നിൽക്കും. ഇപ്പോൾ പ്രിയ സഹോദരിമാരെ, നമുക്ക് തന്നിരിക്കുന്ന നിയോഗങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ കർത്താവ് പ്രയോജനപ്പെടുത്തും. എൻ്റെ സമയമായി. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വലുതാണ്. എനിക്ക് വലിയ ഉത്സാഹം തരുന്ന 2 സംഭവങ്ങളാണ്. വിധവയുടെ കാശില്ലേ കർത്താവ് പറഞ്ഞതും, അതുപോലെ അവൾ തന്നാലാവത് ചെയ്തു എന്ന് പറഞ്ഞ കർത്താവ് ഉത്സാഹിപ്പിച്ചതും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, വിധവ എത്രയോ അവൾ പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ത്രീ, പക്ഷെ തൻ്റെ 2 കാശ് താൻ ഇട്ടതിനെ സംബന്ധിച്ച് കർത്താവ് അത് വിലയേറിയതായിട്ട് കണ്ട്, മറ്റ് ധനികരായിരിക്കുന്ന മനുഷ്യരൊക്കെ ഇട്ടതിനേക്കാൾ വിലയുള്ളതായിട്ട് താൻ കണ്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തു. അതുപോലെ മറിയ വന്ന് തൻ്റെ കാല് തുടച്ചപ്പോൾ പറഞ്ഞു, അവൾ തന്നാലാവത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അത്രയും ആ ചെറിയ കാര്യങ്ങൾ, നമ്മളൊന്നും ഒത്തിരി കഴിവും പ്രാപ്തിയുള്ള ആളുകളല്ല, പക്ഷെ നമ്മൾ കർത്താവിന് വേണ്ടി ചെറിയുന്ന അല്പത്തെ കാണുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമ്മുടെ ഹൃദയത്തിൽ തരുന്ന നിയോഗങ്ങളെ നമ്മൾ അലക്ഷ്യമാക്കി കളയാതിരുന്നാൽ തീർച്ചയായിട്ടും ദൈവം സഹായിക്കും. എന്നെ ഇങ്ങനെ വിവാഹം കഴിഞ്ഞ് വന്ന് ശുശ്രൂഷ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ വിവാഹം കഴിച്ച സമയത്തൊക്കെ ഇപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല, പക്ഷേ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്നൊരു വാക്യം ഇപ്പോഴും ഭയത്തോടെ ഓർക്കുന്നത്. എസ്തേറിനോട് പറഞ്ഞു, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും, എന്നാൽ നീയും നിൻ്റെ പിതൃഭവനവും നശിച്ചു പോകും. അപ്പം ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ വേലയും ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ അനുഗ്രഹമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത് നിനക്കാണ് എന്നുള്ളത് എൻ്റെ ചെറുപ്പത്തിലെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നൊരു വാക്യം. അതുകൊണ്ട് ഞാൻ ഇന്നും ഭയത്തോടെ ഓർക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്കാ നഷ്ടം വരുന്നത്. കർത്താവ് തൻ്റെ വേല ഇന്ന് എന്നെ ഉപയോഗിക്കാൻ ദൈവം ശ്രമിച്ചിട്ട് ഞാൻ അതിന് വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ ദൈവം എന്നെ മാറ്റിവെച്ചിട്ട് വേറെ ഒരാളെ എടുക്കും. അപ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളും കൃപാവരങ്ങളും എന്തൊക്കെയാണെങ്കിലും അത് കർത്താവിനായിട്ട് പ്രയോജനപ്പെടുത്താൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ചില ഇൻസ്പയറിങ് എക്സാമ്പിൾസ് ഉണ്ട് ബൈബിളിൽ നിന്ന്. ഒന്ന് എസ്തേർ തൻ്റെ വംശവും താനും തൻ്റെ വംശമൊക്കെ തീർന്നു പോകുന്ന അവസ്ഥയിലേക്ക് താൻ വന്നിരുന്നു.
മാനസികമായിട്ട് തളർന്നു പോകുന്ന ഒരു സ്ഥിതി. പക്ഷെ താൻ എന്ത് ചെയ്തു? തന്നെ ബലപ്പെടുത്താൻ രാജകൊട്ടാരത്തിൽ ആരും ഉണ്ടായിരുന്നില്ല, തന്നെ ഉത്സാഹിപ്പിക്കാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ താൻ ഫാസ്റ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു, ആ സിറ്റുവേഷനെ താൻ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രാർത്ഥനയിലൂടെ അവിടെ വലിയൊരു വിടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹൂദ ജനത്തിനും തനിക്കും ഒരു വലിയ വിടുതൽ ദൈവം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രൂത്തിനെ കുറിച്ച് നമ്മൾക്കറിയാം. രൂത്തിനെ പുറകോട്ട് വലിക്കാനായിരുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ രൂത്ത് തന്നിൽ തന്നെ ബലപ്പെട്ടു, ഞാൻ ഈ കർത്താവിനെ പിൻഗമിക്കുമെന്ന് താൻ. അപ്പം ചില സമയങ്ങളിൽ നമ്മെ ഉണർത്താനും ഉത്സാഹിപ്പിക്കാനൊന്നും ആരും കാണില്ല സഹോദരിമാരെ. എന്നാൽ നമുക്കൊരു സ്വയം ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ഇങ്ങനെ നടക്കേണ്ട ആളല്ല, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, എനിക്ക് കർത്താവ് കൃപ തരും, ഞാൻ മുന്നോട്ട് പോകുക, എന്നെ സഹായിക്കാൻ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന്. നമുക്കറിയാം രഫീദീമിലുള്ള മോശയുടെ പ്രാർത്ഥന. താൻ രഫീദീമിലെ മോശ ചെയ്തത് അഹരോനും ഹൂരും തൻ്റെ കൈ പൊക്കിപ്പിടിച്ചു. കുറച്ചു നേരമൊക്കെ താൻ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് തൻ്റെ കൈ സഹോദരന്മാർ പൊക്കിപ്പിടിച്ചു, പിന്നെ കല്ലെടുത്ത് താങ്ങി വെച്ചു. എത്ര സ്ട്രെയിൻ ചെയ്തിട്ട്. അതെന്താണ്? അവിടെ യോശുവ നയിക്കുന്ന യുദ്ധം ജയിച്ചെടുക്കണം, ആ ഒരു ലക്ഷ്യം, അതിനെക്കുറിച്ചുള്ള ശുശ്രൂഷ, അല്ലെങ്കിൽ തൻ്റെ മുമ്പാകെയുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ബോധ്യം തന്നെ സ്ട്രെയിൻ എടുത്ത് അല്ലെങ്കിൽ കഷ്ടം സഹിച്ച് നിലനിൽക്കുവാൻ പ്രാർത്ഥനയിൽ. ഇതൊക്കെ നമ്മളും വായിച്ചു വിടേണ്ട കാര്യങ്ങളല്ല, ഇതൊക്കെ നമ്മുടെയും ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടത്. നമ്മുടെ ചിലപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ടേക്ക് മോശയ്ക്ക് തൻ്റെ സഹോദരന്മാരുടെ സഹായം ലഭിക്കുന്നതായിട്ട് കാണും. ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ ആളുകളെ ദൈവം വെക്കും, എന്നാൽ എല്ലായ്പ്പോഴും വെക്കുകയില്ല. ഇവിടെ മോശയുടെ ആ ഫേം ഡിറ്റർമിനേഷനാണ് നമ്മൾ കാണുന്നത്. രണ്ട് കാര്യം കൂടെ ഞാൻ വേഗത്തിൽ പറയാം. നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ ദൈവം ദൂതന്മാരെ അയച്ച് സഹായിക്കുന്ന മാതൃക ദൈവവചനത്തിലുണ്ട്. അത് നമുക്ക് പരീക്ഷയെ നേരിടുവാൻ സഹായിക്കുന്നു. ഇസബേലിനെ ഭയന്ന് ഓടിപ്പോയ ഏലിയാവിനെ ദൈവം ദൂതന്മാരെ അയച്ച് ഭക്ഷണപാനീയം കൊടുത്ത് ബലപ്പെടുത്തുന്നതായിട്ട് കാണാം. സിംഹക്കുഴിയിലായിരുന്ന ദാനിയേലിനെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായ അടപ്പിച്ച് കളയുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ പല ഉണ്ട്. പൗലോസിന് കൊടുങ്കാറ്റിൻ്റെ സമയത്ത് ദൂതനെ അയച്ച് ബലപ്പെടുത്തുന്നു. കർത്താവിന് ദൂതന്മാരുടെ സഹായം ലഭിക്കുന്നു. നമ്മളിങ്ങനെ തളർന്ന് നമ്മൾ ബലമില്ലാതിരിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്ന സമയത്തിൽ കർത്താവ് നമുക്ക് ദൂതന്മാരെ അയച്ച് നമുക്ക് സഹായം ചെയ്ത് തരുന്നതാണ്. ഏതവസരത്തിലും ദൈവമേ ദൂതന്മാരുടെ സഹായം എനിക്ക് തരണം എന്ന് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മെ സഹായിക്കുക എന്നുള്ളതാണ് ദൂതന്മാരുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം. എന്നാലും നമ്മൾ അത് പ്രത്യേകം ഓർക്കണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൂതന്മാരോടല്ല, പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാണ് നമ്മൾ സഹായം ചോദിക്കേണ്ടത്. ദൈവമേ എന്നെ സഹായിക്കാൻ ദൂതന്മാരെ അയക്കണം. നമ്മൾ മക്കളൊക്കെ ഓരോ വഴിക്ക് പോകുമ്പോൾ ദൈവമേ ദൂതനെ അയച്ച് കാവൽ ചെയ്തുകൊള്ളണം. അവരൊക്കെ ചിലപ്പോൾ ബൈക്ക് സ്പീഡിൽ ഓടിക്കും, ശ്രദ്ധയില്ലാതെയൊക്കെ ഓടിക്കും, വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറുള്ള കർത്താവെ ദൂതന്മാരെ അയച്ച് അവരെ കാവൽ ചെയ്തുകൊള്ളണം, ദൈവം അവരെ സൂക്ഷിച്ചു കൊള്ളണം. നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ദൂതന്മാരുടെ സഹായം നമുക്ക് ദൈവത്തോട് ചോദിക്കാം. സങ്കീർത്തനം 91:11 ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറഞ്ഞു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. വീണ്ടും അടുത്ത വാക്യം, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചോളൂ. ദൂതന്മാർ നമ്മളെ അപ്പം നമുക്ക് ദൂതന്മാരുടെ സഹായം ദൈവം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് പ്രയോജനപ്പെടുത്തണം. നമ്മുടെ വ്യക്തിത്വത്തെയും ശരീരത്തെയും ഒക്കെ തളർന്നു പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ വ്യക്തിത്വത്തെ സ്വയം മനസ്സിലാക്കണം. എൻ്റെ ബലവും ബലഹീനതയൊക്കെ എന്താണ് എന്ന് നാം മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് നമ്മിൽ തന്നെ ഒരു ജയം കിട്ടുകയുള്ളൂ. പല സൗകര്യന്മാരും പെട്ടെന്ന് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്നത് നമ്മൾ ആത്മാവ് ഒരുക്കമുള്ളത് എന്ന് പറഞ്ഞു. ആ ആത്മാവിൻ്റെ ശബ്ദത്തിന് നമ്മൾ ചെവി കൊടുക്കാതെ നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതയ്ക്കനുസരിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്കൊക്കെ പോകും. കാരണം നമ്മൾ പറയുന്ന ജഡത്തിൻ്റെ ആ ഒരു ശബ്ദമാണ്. അതെന്താണ്? ദൈവത്തോട് ശത്രുത്വമാണ്, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദമല്ല. അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ പിശാചിൻ്റെ ഒരു അധികാരത്തിലേക്കാണ്. നമ്മൾ നിരാശയിലേക്കാണ് പോകുന്നതെങ്കിൽ സൗരന്മാരെ നിങ്ങൾ ഓർത്തുകൊള്ളണം, നമ്മളെ ഏത് സാഹചര്യം വന്നും പിശാച്
പിശാചിന് കീഴടക്കാനായിട്ടാണ് നാം വിട്ടുകൊടുക്കുന്നത്. നമ്മളങ്ങനെ ഡിപ്രഷനിലേക്ക് പോകേണ്ട ആളുകളല്ല. കാരണം സർവശക്തിയുള്ള സർവാധികാരിയായ ദൈവം നമുക്ക് മുഴുവനായിട്ട് നമ്മളെ ജീവിതത്തിൽ ഏൽപ്പിച്ചു തന്നിട്ട് ഇത്രത്തോളം നന്മ തന്ന് നമ്മളെ മുന്നോട്ട് നടത്തിയ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഈ നിരാശയിലേക്കൊക്കെ പോകേണ്ട ആവശ്യമില്ല. പറഞ്ഞ് കർത്താവ് നീ എന്നെ സഹായിക്കണം, ഞാൻ ഫേസ് ചെയ്യുന്ന ഈ അവസ്ഥയിൽ എനിക്കൊരു വിടുതൽ തരണം, ദൈവം എന്നെ സഹായിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, നിൻ്റെ മകളായിട്ട് നിനക്ക് പ്രസാദമുള്ള ഒരു മകളായിട്ട് നിൽക്കണം, എന്നെ സഹായിക്കണം, എന്നെക്കൊണ്ട് പറ്റില്ല. ദാനിയേൽ പറഞ്ഞു ദർശനം കണ്ട മാത്രമേ എന്നെക്കൊണ്ട് സാധിക്കില്ലെന്ന്, എനിക്ക് പറ്റില്ല. ദൂതൻ വന്ന് തന്നെ ബലപ്പെടുത്തുന്നതായിട്ട് കാണും. അപ്പം ഞാൻ ബലമുള്ളവനായിട്ട് തീർന്നു. ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടിയിട്ട് ബലം പകർന്നു തന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഡിപ്രഷനിലേക്കൊന്നും പോകുന്നത്, നമുക്ക് ചുറ്റും ചില പരിശോധനകളൊക്കെ വരും സൗരന്മാർ, ആ പരിശോധനകളെയൊക്കെ നേരിടാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജഡത്തെ ഒക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവാത്മാവിൻ്റെ ആലോചന നിരസിക്കുമ്പോഴാണ് നമ്മൾ നിരാശയിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്നത്. അങ്ങനെയൊന്നും നമ്മൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ വ്യക്തിത്വത്തെയും വിട്ടുകൊടുക്കരുത്. നമുക്ക് സഹായിക്കാൻ ഒത്തിരി ആളുകളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രയും സമയം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയാം. കർത്താവിൻ്റെ നാമം മഹത്വം കൊടുക്കട്ടെ.